Hello dear students, all of you welcome to this video, and this is about GST registration part 2. In our first video we discussed what are the documents required for GST registration and what is the threshold limit for getting registered under GST. And again this threshold limit is included in this video also because the first video which is not giving you a detailed explanation about the threshold limit. And this video also covers time limit and registration in each state is required for GST separately. Registration of GST in each state is required separately. That is also discussed in this video. And also what is GST-IN. These are the topics that we are covering today. So first of all we can move to the threshold limit. And you know that there are different types of registration under GST and that types of registration that we will discuss later, no? Anyway, GST registration is mandatory for a business if their turnover in a financial year exceeds the threshold limit. But threshold limit exceed ചെയ്തിട്ടുണ്ടെങ്കിൽ GST registration is compulsory for business or that is mandatory for business. So what is this threshold limit? Earlier this threshold limit was 20 lakhs for the states and 10 lakhs for special category states. അപ്പോൾ GST പർപ്പസിന് there are some special category states. അവർക്ക് 10 lakhs ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്സിന് യൂണിയൻ ടെറിട്ടറീസിലൊക്കെ 20 ലാക്സ് ആണെന്ത് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആകുന്ന ത്രഷോൾഡ് ലിമിറ്റ്. അതായത് ആ ഒരു ടേൺ ഓവർ അറ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടേൺ ഓവർ അറ്റൈൻ ചെയ്താൽ ആ ബിസിനസ് എന്ത് ചെയ്യണം GST രജിസ്ട്രേഷൻ എടുക്കൽ അവർക്ക് കമ്പൽസറി ആണ്. അപ്പോൾ 20 ലാക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ 20 ലാക്സ് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം GST രജിസ്ട്രേഷൻ. ഫോർ എക്സാമ്പിൾ ഇൻ കേരള നേരത്തെ 20 ലാക്സിൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കൽ കമ്പൽസറി ആയിരുന്നു. മനസ്സിലായോ? അപ്പോൾ GST എന്ന് പറയുന്നത് GST രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി ഓർ കമ്പൽസറി ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് സർവീസസ്. സാധാരണ നമ്മൾ ഒന്നെങ്കിൽ ഗുഡ്സ് സെല്ല് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ബിസിനസ് ആയിരിക്കും. അപ്പോൾ ബോത്ത് സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും രണ്ട് പേർക്കും നേരത്തെയുള്ള ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 ലാക്സ് ഫോർ ദി നോർമൽ സ്റ്റേറ്റ്സ് ആൻഡ് 10 ലാക്സ് ഫോർ ദി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ GST കൗൺസിൽ ഓൺ കൺസിഡറിങ് ദ ഡിമാൻഡ്സ് റേസ്ഡ് ബൈ MSMEs, micro small medium enterprises, increased this threshold limit for GST registration. Okay, this helps to ease the compliance under GST and the states have an option to opt for a higher limit or continue with the existing limits. Clear no? അപ്പോൾ GST രജിസ്ട്രേഷൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് 20 ലാക്സ് എന്നുള്ളത് ദാറ്റ് വാസ് റേസ്ഡ് ടു 40 ലാക്സ്. 10 ലാക്സ് എന്നുള്ളത് ദാറ്റ് വാസ് റേസ്ഡ് ടു 20 ലാക്സ്. അങ്ങനെ റേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റാണ് അത് സ്റ്റേറ്റിൻ്റെ ഓപ്ഷനാണ്. സ്റ്റേറ്റിന് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സ്റ്റേറ്റ് ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ത്രഷോൾഡ് ലിമിറ്റ് റേസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത്രയും ഇപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് 40 ലാക്സ് ആയിട്ട് റേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ 40 ലാക്സ് വരെ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്സാണ് അത് ഓപ്റ്റ് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് അത് ത്രഷോൾഡ് ലിമിറ്റ് ചേഞ്ച് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുന്ന ടോപ്പിക്. സോ ദിസ് ഫോട്ടോഗ്രാഫ് വിൽ ഗിവ് യു ദ ഡീറ്റെയിൽസ് ഓഫ് ദാറ്റ്. ഏർലിയർ ലിമിറ്റ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ആൻഡ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ടേൺ ഓവർ ഈഫ് എക്സീഡ്സ്, ഇത് കണ്ടല്ലോ, ടേൺ ഓവർ ഈഫ് എക്സീഡ്സ് 20 ലാക്സ് ഫോർ ദ നോർമൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ദാറ്റ് വാസ് 20 ലാക്സ് ആൻഡ് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ ഫോർ പ്രൊവൈഡിങ് സർവീസസ്, സെയിൽ ഓഫ് ഗുഡ്സ് ആണെങ്കിലും സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിലും രണ്ടുപേർക്കും 10 ലാക്സ് ആയിരുന്നു സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സിന്. ആൻഡ് ദാറ്റ് വാസ് അപ്ലിക്കബിൾ അപ് ടു 31st March 2019. And in the GST Council it was this threshold limit was raised, അല്ലെങ്കിൽ an option was given to the different states for opting the increased higher threshold limit. അപ്പം ന്യൂ ലിമിറ്റ് എന്ന് പറയുന്നത് അത് രണ്ട് ടൈപ്പായിട്ടാണ്. സെയിൽ ഓഫ് ഗുഡ്സിന് മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ത്രഷോൾഡ് ലിമിറ്റ് റേസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫോർ പ്രൊവൈഡിങ് സർവീസസ്, ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് അവരെ ടേൺ ഓവർ 20 ലാക്സിൽ എക്സീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, അവർ GST രജിസ്ട്രേഷൻ കമ്പൽസറി ആയിട്ട് എടുക്കേണ്ടത്. ആൻഡ് ഇൻ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ദാറ്റ് ഈസ് 10 ലാക്സ്. എന്ന് വെച്ചാൽ ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് ദിസ് ത്രഷോൾഡ് ലിമിറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ റേസ്ഡ്, ദാറ്റ് ഈസ് നോട്ട് ചേഞ്ച്ഡ്, നോ ചേഞ്ച് ഇൻ ദ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ അവരുടെ കേസിൽ പഴയ ത്രഷോൾഡ് ലിമിറ്റ് തന്നെയാണ് ഉള്ളത്. 20 ലാക്സിൽ എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദേ ആർ മാൻഡേറ്ററിലി റിക്വയർഡ് ടു ഗെറ്റ് രജിസ്ട്രേഷൻ
and 10 lakhs in case of special category states. So what are these special category states that we will look now? Anyway, the new limit for getting registration, for mandatory registration under GST is first എന്ന് പറയുന്നത് 40 lakhs ആണ് for normal category states, and for special category states it is 20 lakhs, and that was applicable with effect from 1st April 2019, right? അപ്പോൾ ത്രഷോൾഡ് ലിമിറ്റ് ഈസ് ക്ലിയർ ടു യു നോ. ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ടേൺ ഓവർ ആ ഒരു പെർട്ടിക്കുലർ ലിമിറ്റ് എത്തി അതിൽ എക്സീഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എന്താണ്, GST രജിസ്ട്രേഷൻ ഈസ് മാൻഡേറ്ററി, കമ്പൽസറി ഫോർ ദി സർവീസ് പ്രൊവൈഡേഴ്സ് ആൻഡ് ഫോർ ദി സെയിൽ ഓഫ് ഗുഡ്സ്. ഇപ്പോൾ ഗുഡ്സ് സെല് ചെയ്യുന്ന ബിസിനസ്സാണ് എങ്കിൽ അവരെ ത്രഷോൾഡ് ലിമിറ്റ് മാത്രമാണ് റേസ് ചെയ്തിട്ടുള്ളത്. 40 lakhs and 20 lakhs ആയിട്ട് റേസ് ചെയ്തിട്ടുള്ളത്. ഫോർ സർവീസ് പ്രൊവൈഡേഴ്സ് the limit, earlier limit was 20 lakhs and 10 lakhs, that was not changed, okay, in the GST council, right? Okay, that GST council was held on 10th January 2019. 10th January 2019 ഹെൽഡ് ചെയ്ത GST കൗൺസിലിലെ എന്താണ് തീരുമാനമാണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ത്രഷോൾഡ് ലിമിറ്റിൻ്റെ ചേഞ്ച്, റൈറ്റ്? ഓക്കെ, കേരള ഓപ്റ്റഡ് ഫോർ ദ ന്യൂ ലിമിറ്റ് ഓഫ് 40 lakhs. അപ്പോൾ കേരളത്തിൽ ഗുഡ്സ് സെല്ല് ചെയ്യുന്ന ഒരു സെല്ലറാണെങ്കിൽ, ബിസിനസ്സാണ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ 40 lakhs എക്സീഡ് ചെയ്താലാണ് GST രജിസ്ട്രേഷൻ കമ്പൽസറി ആകുക. നേരത്തെ അത് എത്രയായിരുന്നു? 20 lakhs എക്സീഡ് ചെയ്താൽ തന്നെ GST രജിസ്ട്രേഷൻ എടുക്കണമായിരുന്നു. നൗ ഇറ്റ് ഈസ് 40 lakhs, റൈറ്റ്? ഇനി വാട്ട് ആർ ദി സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ്സ് ഫോർ GST purpose നമുക്ക് നോക്കാം. അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, ഹിമാചൽ പ്രദേശ് ആൻഡ് ഉത്തരാഖണ്ഡ്. ജമ്മു കാശ്മീർ now ceases to be the special category state for GST, and CGST extension to Jammu and Kashmir Act 2017 has specially been passed to provide for the extension of CGST Act 2017 to the state of Jammu and Kashmir. And under this act, all rules and notifications and orders made by the central government under this act shall be extended, and it will be in force in the state of Jammu and Kashmir also. Therefore, now for the purpose of GST, Jammu and Kashmir ceases to be the special category state, right? So these are the different states, special category states for GST purposes. ഇനി അരുണാചൽ പ്രദേശ്, അതേപോലെ തന്നെ മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? 20 lakhs എന്നുള്ള ത്രഷോൾഡ് ലിമിറ്റ് ഓപ്റ്റ് ചെയ്തവരാണ്. ഉത്തരാഖണ്ഡ്, ഇൻക്ലൂഡിങ് ഉത്തരാഖണ്ഡ്. And the state of Jammu and Kashmir opted for 40 lakhs. That is the threshold limit for that state. ഇപ്പോൾ I will give you one example. Suppose if there is a business called suppose ഇപ്പോൾ ABC എന്ന് പറയുന്ന ഒരു ബിസിനസ്, ഇറ്റ് ഹാസ് ഇറ്റ്സ് പ്ലേസ് ഓഫ് ബിസിനസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഇൻ കേരള ഉണ്ട്, തമിഴ്നാടു ആൻഡ് ഡൽഹി. ഹാസ് എ ടേൺ ഓവർ ഓൺ പാൻ ഇന്ത്യ ബേസിസ് ഓഫ് rupees less than 20 lakhs. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇറ്റ് ഡസൻ റിക്വയർ registration. If its turnover exceeds rupees 20 lakh, it requires registration earlier. Now the limit is എത്രയാണ്? Now the limit is 40 lakhs. അപ്പോൾ 40 lakhs എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ 3 പ്ലേസ് ഓഫ് ബിസിനസ്സാണ് പറഞ്ഞത്. ഒന്ന് കേരളയാണ്, വേറൊന്ന് തമിഴ്നാടു, വേറൊന്ന് ഡൽഹി. 3 പ്ലേസ് ഓഫ് ബിസിനസ്സാണ് പറഞ്ഞത്. പ്ലസ് 1 more place of business they are having. They are dealing in one of the special category states also. For example, they are dealing in Nagaland. അങ്ങനെ 4 സ്റ്റേറ്റ്സിലാണ് അവർക്ക് ബിസിനസ് ഉള്ളത് എങ്കിൽ ഈ നാഗാലാൻഡിലെ ബിസിനസ് 20 lakhs എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ there is mandatory registration under GST for that ബിസിനസ്. ബാക്കിയുള്ള 3 സ്റ്റേറ്റിൽ ഡൽഹി, കേരള ആൻഡ് തമിഴ്നാടു 40 lakhs എക്സീഡ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. നേരത്തെ ആണ് എങ്കിൽ, അതായത്
പഴയ ത്രഷോൾഡ് ലിമിറ്റ് ബേസ് ചെയ്തിട്ടാണ് എങ്കിൽ കേരള, ഡൽഹി ആൻഡ് തമിഴ്നാട് 20 lakhs എക്സീഡ് ചെയ്യുമ്പോൾ തന്നെ രജിസ്ട്രേഷൻ എടുക്കണം. നാഗാലാൻഡിലാണെങ്കിൽ 10 lakhs എക്സീഡ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ എടുക്കണമായിരുന്നു. ഓക്കെ, ഇനി രജിസ്ട്രേഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് ഈസ് റിക്വയർഡ് എന്നുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ അവിടെ ആൻസറായി. പേഴ്സൺ ഹാവിങ് സെയിം പാൻ ഈസ് ഓപ്പറേറ്റിംഗ് means every person who is liable to take registration shall obtain a registration separately for each of the states wherever he has a place of business and is liable to pay GST. Means if a business, ABC business, is having 4 places of business all over the country, 4 states they are dealing, in 4 states they are having dealings under same PAN, in that case in that 4 states സെപ്പറേറ്റ് രജിസ്ട്രേഷൻ അണ്ടർ GST ഈസ് റിക്വയർഡ്. അപ്പോൾ എവിടെയാണ് ഡീൽ ചെയ്യുന്നത്, അത് ഏത് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണോ, ആ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിലും സംടൈംസ് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിലും ഇപ്പോൾ ആസാം സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിലും ദേ ഓപ്റ്റഡ് ഫോർ 40 lakhs. അപ്പോൾ അവർ എത്രയാണ് അവിടുത്തെ ആ സ്റ്റേറ്റിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് അത് എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാത് സ്റ്റേറ്റിൽ സെപ്പറേറ്റ്ലി ദേ ഹാവ് ടു ടേക്ക് രജിസ്ട്രേഷൻ. സോ സെപ്പറേറ്റ്ലി ദേ ഹാവ് ടു ഒബ്റ്റെയിൻ രജിസ്ട്രേഷൻ ഫോർ different places of business for different states if the threshold limit of that state exceeds അല്ലെങ്കിൽ the business exceeds that threshold limit of the concerned state. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്, ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്നത് ഫോർ സെയിൽ ഓഫ് ഗുഡ്സ് ഉണ്ട് ആൻഡ് ഫോർ പ്രൊവൈഡിങ് സർവീസസ് ഉണ്ട്. സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെ ത്രഷോൾഡ് ലിമിറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ചേഞ്ച്, ദാറ്റ് വാസ് ദ ഓൾഡ് വൺ. ബട്ട് ദ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ ദ സെയിൽ ഓഫ് ഗുഡ്സ് ദാറ്റ് ഈസ് ചേഞ്ച്ഡ് ടു 20 lakhs and 40 lakhs. 20 lakhs for special category states and for other states 40 lakhs. And Kerala opted for the new threshold limit of 40 lakhs. Right. ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇഷ്യൂ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്. So the application for grant of registration has been approved under Rule 9. A certificate of registration in form GST RAG 06 showing the principal place of business and additional places of businesses shall be made available to the applicant on the common portal and goods and service tax identification number. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, GSTIN ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഷാൽ ബി അസൈൻഡ് once the business got registered. റൈറ്റ്. ഇനി GSTIN ഈസ് എ goods and service tax identification number. After registration, every registered person gets state-wise PAN-based GST number. GST number is a 15-digit code. Say 15-digit code. Sorry for that. അപ്പോൾ ആ 15 digits എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് 2 digits റെപ്രസെൻറ്റ് ദ സ്റ്റേറ്റ് കോഡ്. ഇപ്പോൾ കേരളൻ്റെ കോഡ് ദാറ്റ് ഈസ് 32. ഫസ്റ്റ് 2 digits റെപ്രസെൻറ്റ് സ്റ്റേറ്റ് കോഡ്. അപ്പോൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ട്രേഡേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അവർക്ക് കേരളേൻ്റെ സ്റ്റേറ്റ് കോഡ് 32 ഉണ്ടായിരിക്കും. 2 digits, ഫസ്റ്റ് 2 digits. ഓക്കെ, നെക്സ്റ്റ് 10 digits എന്ന് പറയുന്നത് ദാറ്റ് റെപ്രസെൻറ്റ് ദ പാൻ നമ്പർ ഓഫ് ദി വെൻഡർ. അപ്പോൾ നിങ്ങൾക്ക് പാൻ നമ്പറിൻ്റെ കോമ്പോസിഷൻ എന്താണെന്നുള്ളത് അറിയാമല്ലോ. പാനിൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ അറിയാം. ആൽഫാന്യൂമറിക് നമ്പേഴ്സ് ആണെന്നുള്ളത് അറിയാം. 10 digits ആണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാം. അപ്പോൾ നെക്സ്റ്റ് 10 numbers എന്താണ്, അവരെ പാൻ നമ്പറാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്പർ 13th digit എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ദ നമ്പർ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് എൻറ്റിറ്റി ഇൻ ദ സെയിം സ്റ്റേറ്റ്. 14th digit ഈസ് ദ ആൽഫബറ്റ് Z ബൈ ഡിഫോൾട്ട്. അപ്പോൾ GST രജിസ്ട്രേഷൻ എല്ലാവരും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും 14th digit വിൽ ബി Z ആൽഫബറ്റ് Z ആയിരിക്കും. ആൻഡ് ലാസ്റ്റ് ഡിജിറ്റ് ഈസ് ദ ചെക്ക് ഡിജിറ്റ്. ഇറ്റ് മേ ബി ആൽഫബറ്റ് ഓർ നമ്പർ. അപ്പോൾ GSTI എന്ന് പറയുന്നത് എന്താണ്, ഓൾ ദ രജിസ്റ്റേർഡ് ബിസിനസ് വിൽ ബി അസൈൻഡ് രജിസ്റ്റേർഡ് അണ്ടർ എ GST will be assigned a registration number that is GSTIN, registered number, a number GSTIN, that is the identification number of that business and that is having 15 digits. and എന്തൊക്കെയാണ് ആ 15 digitsൻ്റെ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു നോ.